രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം സീതയാ സഹിത രാമചന്ദ്ര രഘുവീരരാജ്യാഭിഷേകം ശ്രീനീലകണ്ഠാഭിഷേകം ആഞ്ജനേയ പരിസേവ്യൻ ധീരഭരതാഭിപൂജ്യൻ വീരലക്ഷ്മണ കുമാര ശത്രുഘ്ന സോദരാർച്ചിത പദാബ്ജൻ ശ്രീനീലകണ്ഠ ഹൃദയേശൻ രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം. അത് കണ്ട് ഞാൻ ഭീതനായി 4 അമാത്യന്മാരുമായി പോന്നു സീതാപതിയെ ശരണമായി പ്രാപിച്ചേൻ. ഞാനകെ ഭയന്നുപോയി. അദ്ദേഹത്തോട് ഏറ്റുമുട്ടുവാനുള്ളതായ ശേഷി ഈ പ്രപഞ്ചത്തിൽ ആർക്കിരിക്കുന്നു? രാമനല്ലാതെ. അതുകൊണ്ട് ഞാൻ ഉടനെ തന്നെ അവിടെ നിന്ന് ഓടിപ്പോയി. 4 അമാത്യന്മാരെയും കൂട്ടിക്കൊണ്ട് നേരെ ആകാശമാർഗേണ സമുദ്രം കടന്ന് രാമന്റെ മുന്നിലെത്തി സീതാപതിയെ ഞാൻ ശരണം പ്രാപിച്ചു. അല്ലയോ ജ്യേഷ്ഠ, അങ്ങ് ഇക്കാര്യത്തിൽ എന്നെ അനുഗ്രഹിക്കണം, അങ്ങ് സന്തോഷിക്കണം, അങ്ങ് എന്നോട് ക്രോധിക്കരുത്. ഇങ്ങനെ വിഭീഷണൻ തൻ്റെ ജ്യേഷ്ഠനായിരിക്കുന്ന കുംഭകർണനോട് പറയുമ്പോൾ കുംഭകർണൻ മനസ്സ് കുളിർത്തിട്ട് ചിത്തം കുളിർത്ത് പുണർന്നാൻ അനുജനെ, തൻ്റെ അനുജനായിരിക്കുന്ന വിഭീഷണനെ സന്തോഷത്തോടു കൂടിയിട്ട് ആലിംഗനം ചെയ്തു. എന്നിട്ട് പിന്നെ പുറത്ത് തലോടി പറഞ്ഞതു. വിഭീഷണന്റെ പുറത്ത് മുതുകത്ത് തലോടിക്കൊണ്ട് ഇങ്ങനെ പറഞ്ഞു, ധന്യനല്ലോ ഭവാൻ ഇല്ലകില്ലേതുമേ. അല്ലയോ വിഭീഷണ, നീ ഭാഗ്യവാനാണ്. ഒരു മനുഷ്യൻ ഇതേപോലുള്ളതായ സന്ദർഭങ്ങളിൽ, ധർമ്മം ചോദ്യം ചെയ്യപ്പെടുന്നതായ സന്ദർഭങ്ങളിൽ എന്താണോ ധർമ്മരക്ഷയ്ക്ക് വേണ്ടി ചെയ്യേണ്ടത് അത് ഭംഗിയായി നിർവഹിക്കുന്നവനാണ് നീ. അതുകൊണ്ടാണ് നിനക്ക് ധന്യത കൈവരുന്നത്. അങ്ങനെ ധന്യനല്ലോ ഭവാൻ ഇല്ലക്കില്ലേതുമേ. ഇക്കാര്യത്തിൽ ഒരു സംശയവുമില്ല. നീ ഭാഗ്യശാലിയാണ്. ജീവിച്ചിരിക്കുക പലകാലമൂഴിയിൽ, ഈ ഭൂമിയിൽ നീ ദീർഘായുസ്സായിരിക്കുക. നീ സേവിച്ചുകൊള്ളുക രാമപാദാംബുജം. ഞാൻ നിന്റെ ഈ കർമ്മത്തെ, നിന്റെ ഈ പ്രവൃത്തിയെ അംഗീകരിക്കുന്നു. നീ രാമനെ ശരണം പ്രാപിച്ചതിനെ അംഗീകരിക്കുന്നു. രാമന്റെ പാദമാകുന്ന താമരപ്പൂവിനെ നീ നിരന്തരം സേവിച്ചുകൊള്ളുക. എന്തുകൊണ്ടെന്നാൽ അത് നിനക്കും അതേപോലെ നമ്മുടെ വംശത്തിനും ശ്രേയസ്കരമായി തീരും. നമ്മുടെ വംശത്തെ രക്ഷിപ്പതിന് നീ, അല്ലയോ വിഭീഷണ, നമ്മുടെ വംശത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നീ രാമനെ സേവിച്ചുകൊള്ളുക. രാമൻ ധർമ്മസ്വരൂപൻ, രാമൻ പരമാത്മാവ്. ആ പരമാത്മാവിനെ ശരണം പ്രാപിക്കൊണ്ടാണ് ആർക്കും ശ്രേയസ്സുണ്ടാകുന്നത്. നിന്റെ ഈ സത്കർമ്മത്തിലൂടെ രാക്ഷസവംശം രക്ഷപ്പെടും, രാക്ഷസവംശം നിലനിൽക്കും. നീ നിർമ്മലനാണ്, ശുദ്ധമായ മനസ്സോടുകൂടിയവനാണ്. എത്രയും ഭാഗവതോത്തമനാണ്. ഈ ലോകത്തിലുള്ള സമസ്ത ചരാചരങ്ങളെയും ഭഗവാന്റെ തന്നെ വിവിധങ്ങളായിട്ടുള്ള അവതാരങ്ങളായി ആരാണോ കാണുന്നത് അവരാണ് ഭാഗവതൻ. ഭാഗവതന്റെ ലക്ഷണം ഭാഗവതത്തിൽ തന്നെ വളരെ വിശദമായിട്ട് അതിൻ്റെ ഏകാദശ സ്കന്ധത്തിൽ പറയുന്നത് നമുക്ക് കേൾക്കാൻ കഴിയും. ആ ലക്ഷണങ്ങളെല്ലാം വിഭീഷണനിൽ തെളിഞ്ഞു കാണുന്നു. ലോകത്തിൽ ആരോടും വിരോധമില്ലാതെ കണ്ട് ധർമ്മത്തിന് വേണ്ടി മാത്രം ജീവിതം ഒഴിഞ്ഞുവെച്ചയാൾ. അതാണ് നീ ഭാഗവതോത്തമൻ ആണ്. ഭാഗവതന്മാരായിട്ടുള്ള ആളുകളുടെ കൂട്ടത്തിൽ വെച്ച് പോലും നീ മഹനീയനാണ്. നാരായണപ്രിയൻ എത്രയും നീയെന്ന് നാരദൻ തന്നെ പറഞ്ഞു കേട്ടേനഹം. എന്നോടിത് പണ്ടേ നാരദൻ പറഞ്ഞിട്ടുണ്ട്. പണ്ട് നരനാരായണാശ്രമത്തിൽ ഞാൻ കുറെക്കാലം തപസ് ചെയ്ത് വസിച്ചു. അന്ന് എനിക്ക് നാരായണ ആശ്രമത്തിൽ വസിക്കുമ്പോൾ നാരദ മഹർഷിയെ കാണുവാനുള്ളതായ സൗഭാഗ്യമുണ്ടായി. അന്ന് നമ്മുടെ കുടുംബത്തിലെ ഓരോരുത്തരെക്കുറിച്ചും വളരെ വിശദമായിട്ട് നാരദൻ എന്നോട് പറഞ്ഞു. നിന്നെക്കുറിച്ചും പറഞ്ഞു. നിന്നെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത് നാരായണപ്രിയൻ എത്രയും നീയെന്ന്. നീ
നാരായണനോട് അങ്ങേറ്റം ഭക്തിയുള്ളവനാണ് എന്ന് ഭക്തി മാർഗത്തിൻ്റെ, ഭക്തി എന്നുള്ളതായ പരമരസത്തിൻ്റെ ഉപജ്ഞാതാവായിരിക്കുന്ന, ശാസ്ത്രകാരനായിരിക്കുന്ന, അതുപോലെ തന്നെ അതിൻ്റെ ദൃഷ്ടാന്തവുമായിരിക്കുന്ന നാരദൻ തന്നെ അന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അല്ലയോ വിഭീഷണ, മായാമയമീ പ്രപഞ്ചമെല്ലാം, ഈ ലോകം മുഴുവൻ മായാകൽപിതമാണ്. ഈ പ്രപഞ്ചം സത്യമല്ല. 3 കാലത്തിലും മാറ്റമില്ലാതെ നിലനിൽക്കുന്നതിനെയാണ് സത്യം എന്ന് വേദാന്തശാസ്ത്രം പറയുക. ഈ പ്രപഞ്ചം സത്യമല്ല. കാരണം ഇവിടെ എല്ലാം നിരന്തരം മാറിക്കൊണ്ടേയിരിക്കുന്നു. ജനിക്കുക, വളരുക, വളർച്ചയുടെ പരാകാഷ്ഠയിലെത്തുക, ക്ഷയിക്കുക, നശിക്കുക എന്നുള്ളത് സമസ്ത പദാർത്ഥങ്ങളുടെ സ്വഭാവമായിരിക്കുന്നു. അതിനാൽ ഇവിടെ ഒന്നും തന്നെ സത്യമല്ല. സത്യമായിരിക്കുന്നത് ഇതിനെല്ലാം ആധാരമായി മാറ്റമില്ലാതിരിക്കുന്ന പരമാത്മാവ് മാത്രമാണ്. ആ പരമാത്മാവിൽ, ആ പരമാത്മാവിൻ്റെ സങ്കല്പത്താൽ ഉണ്ടായി മറയുന്ന ദൃശ്യങ്ങൾ മാത്രമാണ് ഈ പ്രപഞ്ചം. പ്രപഞ്ചത്തെ ഇങ്ങനെ സൃഷ്ടിക്കുന്നത് മഹാമായയാണ്, പരമാത്മാവിൻ്റെ തന്നെ ശക്തിവിശേഷം. പരമാത്മാവ് ഇച്ഛിക്കുമ്പോൾ ആ ശക്തി സ്പന്ദിച്ചുയർന്നിട്ട് ഈ കാണായതായ അനന്തകോടി ബ്രഹ്മാണ്ടങ്ങളെ ഉളവാക്കി പ്രവർത്തിപ്പിച്ച് അവസാനം തന്നിൽ തന്നെ ലയിപ്പിക്കുന്നു. അങ്ങനെ ഈ പ്രപഞ്ചത്തിന് മുഴുവൻ ആധാരം പരമാത്മാവാണ്. ലോകമാകട്ടെ മായാമയവും. അതുകൊണ്ട് തന്നെ ഇത് നശ്വരമാണ്. മായാമയമീ പ്രപഞ്ചമല്ലോ, മായാമയമീ പ്രപഞ്ചമെല്ലാം, ഈ ലോകം മുഴുവൻ മായാമയമാണ്. ഇനി പോയാലുമെങ്കിൽ നീ രാമപാദാന്തികെ. അതിനാൽ നിന്റെ മാർഗം ശരി തന്നെയാണ്, നീ പൊയ്ക്കൊള്ളൂ. പടക്കളത്തിൽ വെച്ച് ആയിരുന്നിട്ട് പോലും നീ ജ്യേഷ്ഠനായ എന്നെ ഗുരുവെന്നറിഞ്ഞ് എന്നെ വന്ദിക്കുവാൻ, പൂജിക്കുവാൻ ഓടിയെത്തി. നീ ശത്രുപക്ഷത്ത് നിൽക്കുകയാണ്. എന്നിട്ട് കൂടിയും നീ നാരായണന്റെ പരമഭക്തനാകൊണ്ടാണ് നീ ഇങ്ങനെ ചെയ്തത്, ധർമ്മനിഷ്ഠനാകൊണ്ടാണ് നീ ഇങ്ങനെ ചെയ്തത്. അതിനാൽ നീ സ്വീകരിച്ച വഴി ശരി തന്നെയാണ്. നീ തിരിച്ചു പോയിക്കൊള്ളുക രാമന്റെ സമീപത്തേക്ക്, രാമപാദാന്തികെ, രാമന്റെ സമീപത്തേക്ക് പോയിക്കൊള്ളുക. കുംഭകർണൻ വിഭീഷണനോട് പറഞ്ഞു. ഇതേപോലെ സമാനമായൊരു സന്ദർഭം മഹാഭാരതത്തിൽ നമുക്ക് കാണാം. യുദ്ധം തുടങ്ങുന്നതിന് തൊട്ടു മുമ്പ് 2 സൈന്യങ്ങളും 2 വശമായിട്ട് അണിനിരന്ന് കഴിഞ്ഞപ്പോൾ ശംഖനാദങ്ങളും മുഴങ്ങിക്കഴിഞ്ഞു. ആ സമയത്ത് യുദ്ധം തുടങ്ങാൻ ഇനി ഏതാനും സെക്കൻഡുകൾ പോലും ഇല്ല. അപ്പോഴാണ് പെട്ടെന്ന് യുധിഷ്ഠിരന്റെ തേരിൽ ഒരു ചലനം കണ്ടത്. യുധിഷ്ഠിരൻ കിരീടവും പടച്ചട്ടയും എല്ലാം തേരിലേക്ക് വെക്കുന്നു. അതെല്ലാം ശിരസിൽ നിട്ടും ശരീരത്തിൽ നിട്ടും ഊരി തേരിലേക്ക് വയ്ക്കുന്നു. ആയുധങ്ങളെല്ലാം തേരിലേക്ക് വയ്ക്കുന്നു. തൻ്റെ പാതകം പോലും തേരിലേക്ക് വയ്ക്കുന്നു. ഒരു സാധാരണക്കാരൻ്റെ വേഷത്തിൽ നഗ്നപാതനായിട്ട് തൊഴുകയോടുകൂടിയിട്ട് മറ്റൊന്നും ശ്രദ്ധിക്കാതെ നേരെ കൗരവപ്പടയ്ക്ക് മുന്നിലേക്ക് നടന്നു ചെല്ലുന്നു. എല്ലാവരും ഇത് കണ്ട് അത്ഭുതപ്പെട്ടു. കൗരവന്മാരുടനെ തന്നെ അപഹസിക്കാൻ തുടങ്ങി, കൂക്കുവിളി തുടങ്ങി. ഈ രാജാവിന് യുദ്ധം പറഞ്ഞിട്ടില്ല, ഇദ്ദേഹം ഭീരുവാണ് എന്നൊക്കെ അവരുടെ അഭിപ്രായങ്ങൾ ഉറക്കെ തട്ടിവിട്ടു. പാണ്ഡവന്മാർക്കും മനസ്സിലായില്ല എന്താ ജ്യേഷ്ഠൻ ഇത് ചെയ്യുന്നത് എന്ന്. കൃഷ്ണൻ അറിയാം. കൃഷ്ണൻ ഉടൻ തന്നെ പാണ്ഡവന്മാരോട് പറഞ്ഞു, ഗുരുജനങ്ങൾ അപ്പുറത്ത് നിപ്പുണ്ട്, അവരെ വന്ദിച്ചിട്ട് വേണം യുദ്ധം തുടങ്ങാൻ. യുദ്ധം ചെയ്യേണ്ടത് അവർക്കെതിരെയാണെങ്കിലും അവരുടെ പാദങ്ങളെ നമസ്കരിച്ചിട്ട് വേണം ആരംഭിക്കാൻ. ഇല്ലെങ്കിൽ അത് അധർമ്മമായി തീരും. അതറിയുന്ന, ധർമ്മത്തിൻ്റെ സൂക്ഷ്മസ്ഥിതി അറിയുന്ന രാജാവ് അതിനുവേണ്ടി ഭീഷ്മനെയും ദ്രോണനെയും കൃപനെയും വന്ദിക്കാൻ വേണ്ടിയിട്ട് പുറപ്പെട്ടിരിക്കുന്നതാണ്. കൃഷ്ണൻ പാണ്ഡവരോട് പറഞ്ഞു. പാണ്ഡവന്മാർ ഉടനെ തന്നെ അതേ പ്രകാരത്തിൽ യുധിഷ്ഠിരന്റെ പിന്നാലെ നീങ്ങി. കൃഷ്ണനും നേരെ ഭീഷ്മന്റെ മുന്നിൽ ചെന്നു. യുധിഷ്ഠിരൻ ഭീഷ്മനെ പ്രദക്ഷിണം ചെയ്തു, നമസ്കരിച്ചു. എന്നിട്ട് അദ്ദേഹത്തിന്റെ ആശംസകൾ ചോദിച്ചു. വിജയിക്കാൻ അനുഗ്രഹിക്കണം എന്ന് അഭ്യർത്ഥിച്ചു. വിജയീ ഭവ എന്ന് തന്നെ ഭീഷ്മൻ അനുഗ്രഹിക്കുകയും ചെയ്തു.
തുടർന്ന് ദ്രോണനെ ഇതേ പ്രകാരത്തിൽ വന്ദിച്ചു, കൃപരെ ഇതേ പ്രകാരത്തിൽ വന്ദിച്ചു, ശല്യരെ ഇതേ പ്രകാരത്തിൽ വന്ദിച്ചു. എന്നിട്ട് യുധിഷ്ഠിരൻ തിരിച്ച് തൻ്റെ സൈന്യത്തിൻ്റെ മുന്നിലേക്ക് നടന്നുപോയി. പാണ്ഡവന്മാരും കൂടി രണ്ട് സൈന്യങ്ങളുടെ നടുവിലെത്തിയ യുധിഷ്ഠിരൻ തിരിഞ്ഞു നിന്നു. കൗരവപ്പടയിൽ ആരെങ്കിലും ഞങ്ങളുടെ കൂടെ ചേരാൻ ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ ഇപ്പോൾ വരാം, യുധിഷ്ഠിരൻ വിളിച്ചു പറഞ്ഞു. അപ്പോഴേക്കും ധൃതരാഷ്ട്രന്റെ ഏറ്റവും ഇളയ മകൻ, ഒരു ദാസിയിൽ ധൃതരാഷ്ട്രൻ പിറന്ന മകനാണ്, ഉടനെ തന്നെ കൗരവപ്പടയുടെ നടുവിൽ നിന്നിട്ട് യുധിഷ്ഠിരന്റെ മുന്നിലേക്ക് നടന്നു വന്നു. അയാൾ പാണ്ഡവപക്ഷത്തോട് ചേർന്നു. ധൃതരാഷ്ട്രന്റെ പിണ്ഡം നിലനിൽക്കുന്നത് നിന്നിലൂടെയാണ് എന്ന് യുധിഷ്ഠിരൻ അപ്പോൾ അയാളോട് പറയുകയും ചെയ്തു. ഇങ്ങനെ ഗുരുവിനെ വന്ദിക്കാൻ പുറപ്പെടുന്ന യുധിഷ്ഠിരൻ, അത് ധർമ്മത്തിന്റെ സൂക്ഷ്മ തലമാണ്. ഇത് ഭാരതീയ പാരമ്പര്യമാണ്. പടക്കളത്തിലായാൽ പോലും, ശത്രുപക്ഷത്താണ് നിൽക്കുന്നതെങ്കിൽ പോലും ധർമ്മത്തിന് യാതൊരു മാറ്റവുമില്ല. ഇതിനൊക്കെ വളരെ മുമ്പ് ഭീഷ്മൻ തന്റെ ഗുരുനാഥനായിരിക്കുന്ന പരശുരാമനോട് യുദ്ധം ചെയ്യേണ്ടതായൊരു സന്ദർഭമുണ്ടായി. ആ അവസരത്തിലും ഭീഷ്മനും ഇത് തന്നെയാണ് ചെയ്തത്. യുദ്ധം തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് ആയുധങ്ങളെല്ലാം തൻ്റെ തേരിലോട്ട് വെച്ചു. എന്നിട്ട് നഗരവാദനായിട്ട് തൊഴുകയോടുകൂടി വെറും നിലത്തുകൂടി നടന്ന് ഗുരുനാഥന്റെ മുന്നിൽ ചെന്നു. ഗുരുവിനെ പ്രദക്ഷിണം ചെയ്ത് നമസ്കരിച്ചു. അത് കഴിഞ്ഞിട്ടാണ് ഗുരു അനുഗ്രഹിച്ചു. ജയിക്കാൻ എന്നെ ആശംസിക്കണം എന്നായിരുന്നു ഭീഷ്മന്റെ അഭ്യർത്ഥന. അതുമാത്രം ഞാൻ ആശംസിക്കില്ല, നീ ധർമ്മ നിത്യനാണ്, എന്നും ധർമ്മത്തെ പരിപാലിക്കുന്നവനാണ് എന്ന് അദ്ദേഹം അനുഗ്രഹിച്ച് തിരിച്ചയച്ചു. അമ്പയ്ക്ക് വേണ്ടിയിട്ട് ഭീഷ്മനോട് യുദ്ധം ചെയ്യാൻ വന്നിരിക്കുന്നയാളാണ് പരശുരാമൻ. അന്ന് നിന്റെ ഈ നിഷ്ഠ നിനക്കെപ്പോഴും സുരക്ഷയായിരിക്കും എന്നും അദ്ദേഹം പറഞ്ഞു. അതെ, ആ നിഷ്ഠ അദ്ദേഹത്തെ രക്ഷിച്ചു. ഭീഷ്മൻ ആ യുദ്ധത്തിൽ ജയിച്ചു. അതേപോലെയാണ് വിഭീഷണനും. ഈ പാരമ്പര്യം നമുക്ക് കാണാം. മഹാഭാരത സന്ദർഭങ്ങൾ രാമായണത്തിന് ശേഷം, കാരണം ഭാരതത്തിന്റെ പാരമ്പര്യം അനസ്യൂതമായിട്ട് ഇങ്ങനെ തുടർന്നു വരികയാണ്. നമുക്ക് ഈ സന്ദർഭം, വിഭീഷണൻ കാണിക്കുന്ന ഈ ധർമ്മനിഷ്ഠയുടെ സന്ദർഭം ഇതിന് ശേഷം വരുന്ന മഹാഭാരതത്തിലും ഇതുപോലെ കാണാം. ത്രേതായുഗത്തിന് മുമ്പ് കൃതയുഗത്തിലും ഇങ്ങനെ തന്നെയായിരുന്നു. ഇന്നും അങ്ങനെ തന്നെയാണ്. ഭാരതീയത ഹൃദയത്തിൽ പേറുന്നയാളുകൾ ഗുരുവന്ദനത്തോടു കൂടിയിട്ട് മാത്രമേ ഏതൊരു കർമ്മവും ആരംഭിക്കുകയുള്ളൂ. അതാണ് ഗുരുനാഥൻ അനുഗ്രഹിച്ചു. മായാമയമീ പ്രപഞ്ചമെല്ലാം ഇനി പോയാലും എങ്കിൽ നീ രാമപാദാന്തികെ. ഗുരുനാഥന്റെ ജ്യേഷ്ഠന്റെ അനുഗ്രഹത്തോടു കൂടിയിട്ട് വിഭീഷണൻ മടങ്ങി രാമസവിധത്തിലെത്തി. അങ്ങനെ വിഭീഷണൻ ഒരിക്കലും ധിക്കാരിയായി മാറിയില്ല. തന്റെ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രയത്നിക്കുന്നവനായി മാറിയില്ല. പിന്നെയോ വിഭീഷണൻ ധർമ്മം അനുനിമിഷം നിലനിർത്തിയയാളാണ്. അതുകൊണ്ടാണ് ഈ സംഭവത്തിനും അനേക 1000 വർഷങ്ങൾക്ക് മുമ്പ് നാരദൻ കുംഭകർണനോട് പറഞ്ഞത്, വിഭീഷണൻ നാരായണ ഭക്തനാണ്, നാരായണപ്രിയനാണ്, നാരായണനും വിഭീഷണനോട് വളരെയേറെ അക്കാരണത്താൽ പ്രിയതയുണ്ട് എന്നെല്ലാം. എപ്പോഴും ധർമ്മത്തിൽ ഉറച്ചു നിൽക്കുന്നവനാണ് വിഭീഷണൻ. ഇങ്ങനെ ആ സഹോദരന്മാരുടെ പടക്കളത്തിലുള്ളതായ പാരമ്പര്യത്തെ നിലനിർത്തുന്ന ആ ധാർമ്മികമായ സമ്മേളനം തുടർന്ന് യുദ്ധം ആരംഭിക്കുന്നു. തന്റെ കയ്യിലുള്ളതായ ശൂലമെടുത്ത് മർക്കടസേനയെ മുഴുവൻ തകർക്കാനായിട്ട് കുംഭകർണൻ സർവശക്തിയും ഉപയോഗിച്ചിട്ട് കടന്നാക്രമിക്കുന്നു. കുംഭകർണനോടൊപ്പം രാക്ഷസപ്പട വിജയം തങ്ങൾക്ക് കൈവരും എന്നുള്ള ഉത്തമ ബോധ്യത്തോടു കൂടിയിട്ട് വാനരപ്പടയെ തകർത്ത് ആക്രമിക്കുന്നു. അങ്ങനെ 100ഉം 1000ഉം 10000ഉം ഇങ്ങനെ പോകുന്നു. കുംഭകർണൻ കൊന്നെറിഞ്ഞ
ശത്രു സൈന്യങ്ങളുടെ സംഖ്യ. ഈ പ്രകാരത്തിൽ ഭയങ്കരമായ യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോൾ മർക്കട രാജാവായിരിക്കുന്ന സുഗ്രീവൻ കുംഭകർണനെ തടയാൻ വേണ്ടിയിട്ട് പരമാവധി ശ്രമിച്ചു. ഒരു പർവ്വതത്തെ പിഴുതെടുത്തിട്ട് കുംഭകർണന്റെ മാറിലേക്ക് ശക്തിയോടുകൂടി വലിച്ചെറിഞ്ഞു. അപ്പോഴേക്കും കുംഭകർണൻ തൻ്റെ ശൂലം കൊണ്ട് സുഗ്രീവനെ ആക്രമിച്ചു. അതേറ്റിട്ട് സുഗ്രീവൻ മോഹിച്ച് ഭൂമിയിൽ വീണു. കുംഭകർണൻ ചാടി വീണ് തൻ്റെ വിജയത്തിൻ്റെ വലിയൊരു സ്മാരകമാണിത്. ശത്രുവായിരിക്കുന്ന രാമന്റെ ഏറ്റവും അടുത്ത മിത്രം സുഗ്രീവൻ ഇതാ തൻ്റെ പ്രഹരത്താൽ നിലത്ത് വീണിരിക്കുന്നു. അയാളെ എടുത്തുകൊണ്ട് ലങ്കയിലേക്ക് പോകാൻ തുടങ്ങുകയാണ്. അപ്പോഴേക്കും ആ വിജയം ആഘോഷിക്കാൻ വേണ്ടിയിട്ട് രാക്ഷസ സ്ത്രീകൾ അവിടെ ആ കോട്ടയുടെ മുകളിൽ നിന്ന് പനിനീരിൽ മുക്കിയ മാല്യങ്ങളും കളഭവും ഒക്കെ കുംഭകർണന്റെ പുറത്തേക്ക് ഇങ്ങനെ വർഷിക്കുകയാണ്. അപ്പോഴേക്കും സുഗ്രീവന്റെ ആ ആലസ്യം തീർന്നു. സുഗ്രീവൻ പെട്ടെന്ന് ചാടി എണീറ്റു മോഹം വെടിഞ്ഞ്. എന്നിട്ട് പെട്ടെന്ന് ശക്തമായിട്ട് കുംഭകർണനെ ആക്രമിച്ചു. ആ ഒരു പരിഭ്രമത്തിൽ കുംഭകർണന്റെ കയ്യിൽ നിന്ന് സുഗ്രീവൻ കൈവിട്ടുപോയി. സുഗ്രീവൻ ഒരൊറ്റച്ചാട്ടത്തിന് വാനരസേനയുടെ മുന്നിൽ എത്തുകയും ചെയ്തു. കുംഭകർണന് കിട്ടിയതായൊരു വിജയലക്ഷ്യം അത് കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. എന്നാലും അയാൾ വിട്ടില്ല. വീണ്ടും അതിശക്തിയോടുകൂടിയിട്ട് തിരിച്ചു വന്ന് കടന്നാക്രമണം നടത്തി. അപ്പോൾ ശ്രീരാമചന്ദ്ര മഹാപ്രഭു തന്നെ കുംഭകർണനോട് ഏറ്റുമുട്ടി. അയാളുടെ കരങ്ങൾ അറുത്തെറിഞ്ഞു. അത് കഴിഞ്ഞിട്ട് അയാളുടെ പാദങ്ങളും അറുത്തു. എന്നിട്ട് അയാളുടെ ശിരസ്സും അറുത്തു. ഉത്തമാംഗം പുരദ്വാരി വീണു. മുറിഞ്ഞ് അബ്ധിയിൽ വീണത് ദേഹവും അന്നേരം. അയാളുടെ ശിരസ് പട്ടണത്തിന്റെ വാതുക്കൽ ചെന്ന് വീണു. ലങ്കാപുരിയുടെ മുന്നിൽ അയാളുടെ ശരീരം സമുദ്രത്തിലും ചെന്ന് വീണു. അങ്ങനെ കുംഭകർണൻ പ്രാണൻ നഷ്ടപ്പെട്ടു.